ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീസ്കോമിൻ്റെ ആദ്യത്തെ പെയ്ഡ് സർവീസ് കഴിഞ്ഞു. 4ാമത്തെ സർവീസ് മുതലാണ് പെയ്ഡ് സർവീസ് വരുന്നത്. എൻ്റെ വണ്ടി ഇപ്പോൾ ഏകദേശം 12,800 കിലോമീറ്റർ ഓടി. ബാക്കി പെയ്ഡ് സർവീസിന് ലേബർ ചാർജ് അടക്കം നമ്മുടെ എൻജിനുമായിട്ട് ഓയിൽ ഫിൽറ്റർ, പിന്നെ ബാക്കി കാര്യങ്ങൾ എന്താ അവരുടെ കൺസ്യൂമബിൾസും കാര്യങ്ങളും എന്തൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി എനിക്ക് 2,000 രൂപയുടെ ഉള്ളിലെ സർവീസ് കോസ്റ്റ് വന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പാർട്സും കൂടെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ക്ലച്ച് കേബിൾ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ എയർ ഫിൽറ്റർ മാറ്റി, അതുപോലെ കോൺസെറ്റിന് ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കോൺസെറ്റ് റീപ്ലേസ് ചെയ്തു. പിന്നെ ഓഫ് റോഡ് ചെയ്യുമ്പോൾ ഈ സൈഡ് മിറർ പൊട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ സൈഡ് മിററും റീപ്ലേസ് ചെയ്തു. പിന്നെ GSTയും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട് 4,300 രൂപയാണ് വന്നത്. കറക്റ്റ് പറഞ്ഞാൽ 4,297 രൂപ. അപ്പോൾ പെയ്ഡ് സർവീസിൽ ഇത്രയും സാധനങ്ങൾ മാറ്റിയിട്ട് ഒരു അഡ്വഞ്ചർ ബൈക്കിന് ഈ ഒരു സർവീസ് കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം ചീപ്പറാണ് സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇഷ്യൂ എന്ന് പറയാനുള്ളത്, ഇഷ്യൂ അല്ല, നോർമൽ അഡ്വഞ്ചർ ബൈക്കുകൾക്കൊക്കെ വരുന്നൊരു ഇത് തന്നെയാണ് നമ്മുടെ ബ്രേക്ക് പാഡിൻ്റെ ഇഷ്യൂ ആണ്. അതായത് ഏകദേശം 5,000-6,000 കിലോമീറ്റർ ആകുമ്പോഴേക്ക് നോർമൽ സ്റ്റോക്ക് ബ്രേക്ക് പാഡ് തീരും. പിന്നെ നമ്മൾ ഓരോ സർവീസ് കൂടുമ്പോഴും ഈ ബ്രേക്ക് പാഡും കൂടെ മാറുന്ന സമയത്ത് നമുക്ക് വലിയൊരു സർവീസ് കോസ്റ്റ് വരും. അപ്പോൾ ഞാൻ അതുകൊണ്ട് വെസ്റയുടെ സെറാമിക് പാഡാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പ്രൊമോഷനൊന്നുമല്ല, ഇപ്പം വെസ്റയുടെ പാഡാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം 10,000 കിലോമീറ്ററിന് മേലെ ബ്രേക്ക് പാഡിന് ലൈഫ് കിട്ടുന്നുണ്ടെന്നാണ് യൂസേഴ്സ് പറഞ്ഞത്. 15,000 കിട്ടിയവർ വരെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഹിമാലയൻ യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സിനും ഇതേ ബ്രേക്ക് പാഡ് ഞാൻ സജസ്റ്റ് ചെയ്തത്. ഹിമാലയൻ്റെ അവൈലബിൾ ആണ്. അപ്പോൾ ഹിമാലയൻ ഏകദേശം 4,000-4,500 കിലോമീറ്റർ ആകുമ്പോൾ സ്റ്റോക്ക് ബ്രേക്ക് പാഡ് തീരും. അതുകൊണ്ട് തന്നെ വെസ്റയുടെ പാഡ് ഓപ്റ്റ് ചെയ്യുന്നത് നല്ലൊരു ഡിസിഷനാണ്. വീസ്കോം സ്റ്റോക്ക് പാഡ് ഇട്ട സമയത്ത് എനിക്ക് ബാക്ക് ബ്രേക്ക് തീരെ ബൈറ്റില്ലാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ബാക്ക് ബ്രേക്ക് മാത്രം മതി വണ്ടി നിർത്താൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ബൈറ്റുള്ള നല്ല ബ്രേക്ക് തന്നെയാണ്. ഡിസ്ക് തേയ്മാനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഞാൻ അതൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക് പാഡ് ഇട്ടിട്ട് 5,000 കിലോമീറ്റർ കഴിഞ്ഞു. അതുകൊണ്ട് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ ഏതെങ്കിലും അഡ്വഞ്ചർ ബൈക്കൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബൈക്കിന് ആപ്റ്റായിട്ടുള്ള ബ്രേക്ക് പാഡുകൾ അവരുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം.